തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള UDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയായി. മത്സരിക്കുന്ന 14 സീറ്റുകളിൽ 7-ലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ കളം പിടിച്ചു. കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലാണെന്ന് DCC അധ്യക്ഷൻ പറഞ്ഞു. തിങ്കളാഴ്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നോ കോൺഗ്രസ്? കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 28 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കോൺഗ്രസും ലീഗും തമ്മിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 14 എന്നുള്ള നിലയിലായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ 7 ഡിവിഷനുകളിൽ ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്നിപ്പോൾ കോൺഗ്രസ് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ഡിവിഷനുകളിലേക്കുള്ള ആളുകളുടെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരാനുള്ളത്. ഇതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തവുമാണ്. ഒപ്പം തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തേക്ക് ഇറക്കി കാര്യങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കാനുള്ള ശ്രമമാണ് UDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മൂന്നാലിങ്ങൽ വാർഡിലെയൊക്കെ ചില തർക്കങ്ങൾ വലിയ പ്രശ്നമായി UDF-നകത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ പോലും പ്രശ്നപരിഹാരം എളുപ്പത്തിൽ സാധ്യമാക്കുക, അതനുസരിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിൽ തന്നെ യുവ നേതാക്കളായിട്ടുള്ള ആദം മിൽസിയും വിദ്യാ ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് വരും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കുമൊക്കെ കച്ചമുറുക്കി ഇറങ്ങി എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാനും സാധിക്കുന്നത്.